കുടുംബ പ്രശ്നം എത്രയാണ് കല്യാണ നാട്ടിൽ നടക്കുന്നത്? നമ്മൾ കേൾക്കാലോ, എത്രയോ ഫാമിലി കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പോവാണ്, കല്യാണത്തിന് പോവാണ്. ഈ പോയ കല്യാണങ്ങളൊക്കെ ഒരു മാസം നീളുന്നതിന്റെ മുമ്പ് തൊലാക്കായി പോകുന്നുണ്ട്. തൊലാക്കിന് ആരും പോണില്ല അറ്റൻഡ് ചെയ്യാൻ. അത് ആരും അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ പെർസെന്റേജ് കൂടിയിട്ടുണ്ട്. തൊലാക്ക് കൂടാണ്. എന്തേ പ്രശ്നം? വളരെ കുറഞ്ഞ നിസ്സാര കാര്യം ഉണ്ടാവുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങൾ തമ്മിൽ ഈഗോ. നമ്മളൊക്കെ രക്ഷിതാക്കന്മാരാണല്ലോ, ഉമ്മമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ടല്ലോ ഇത് കേൾക്കുന്നവർ. എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നമുണ്ടായാൽ ആ കുടുംബ പ്രശ്നം നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രശ്നം പരിഹരിക്കേണ്ടതിന് പകരം മൂന്നാമതൊരാളിന്റെ നാലാമതൊരാളിന്റെ ചെവിയിലെത്തുകയും അത് അഞ്ചാമന്റെയും ആറാമന്റെയും മഹല്ലുകാരന്റെയും നാട്ടുകാരുടെയും ചെവിയിലെത്തുകയും എന്നിട്ടത് പിന്നെ കുടുംബ കോടതിയിലെത്തുകയും അങ്ങനെ കോടതി വരാന്തകളിൽ ത്വലാഖ് വാങ്ങിച്ചു കിട്ടാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന അവസ്ഥയിലേക്ക് ഉമ്മത്തിന്റെ സംസ്കാരം മതപ്പതിച്ചത് എത്ര വലിയ നാണക്കേടാണ്. നമ്മുടെ പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തേ കോടതിയിലെത്തിയത്? സുബ്ഹാനല്ലാഹ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ഉമ്മമാര് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മോളെ, എന്തെങ്കിലും പ്രയാസം വന്നാൽ മോൾ അവിടെ ക്ഷമിക്കണം. ഇത് ഉമ്മ പറഞ്ഞെടുക്കുന്നുണ്ടോ? വാപ്പ പറയാം, ഞാൻ എങ്ങനെ വളർത്തിയ മോളാണ്, മോൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ മോൾ അടുത്ത ബസ്സിന് കയറിപ്പോന്നോ, അല്ലെ വാപ്പ വണ്ടി അയക്കുന്നു. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ ധാർഷ്ട്യം? എന്തിനാണ് ഈ ധിക്കാരം കാണിക്കുന്നത്? ജീവിതം കൊണ്ടുള്ള പന്താട്ടം എന്തിനാണ്? ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടോ മോളെ, എന്തെങ്കിലും അരുതാത്തത് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിനക്ക് അനുഭവിക്കേണ്ടി വന്നാൽ വാപ്പ മകളോട് പറഞ്ഞിട്ടുണ്ടോ മോളെ, അവിടുത്തെ കുറ്റവും കുറവും ഇവിടെ വന്ന് പറയല്ലേ മോളെ, നീ ക്ഷമിക്കണം, മകൾ ക്ഷമിക്കണം, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണം മോളെ, ഇല്ലായ്മ അവിടെ നിന്ന് പറയല്ലേ, സന്തോഷം പറഞ്ഞാൽ മതി മകളെ എന്ന് ഏതെങ്കിലും ഒരു ഉമ്മയും വാപ്പയും സ്വന്തം കെട്ടിച്ചയക്കുന്ന മക്കൾക്ക് ഉപദേശം കൊടുക്കാറുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും ഈ എന്താണ് കിബിർ, നാലാള് വണ്ടിയിൽ അവിടുന്ന് ഇവിടുന്ന് നാലാൾ അവിടുന്ന് അങ്ങോട്ട്, എന്നിട്ട് പത്രാസ് കാണിക്കാം. നമുക്കെന്താ കുറവ്? ആരുടെ മുമ്പിലാണ് ഈ കാണിക്കുന്നത്? ആരുടെ മുമ്പിലാണ് ഈ കാണിക്കുന്നത്? റഹ്മാനായ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ അണമുറിയാത്ത പ്രവാഹം എങ്ങാനും അല്ലാഹു ഒരു സെക്കൻഡ് നേരം തടഞ്ഞു നിർത്തിയാൽ നമ്മുടെ പത്രാസ് കഴിഞ്ഞില്ലേ, നമ്മുടെ അഭിമാനം കഴിഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു അപാരമായ റഹ്മത്ത് കൊണ്ടാണല്ലോ നമ്മൾ അഹങ്കാരം കൊണ്ട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന നാവും ചലനവും വാക്കുകളും ചിന്തകളും പോലും അല്ലാഹു തആല കോടാനുകോടി സെല്ലുകൾ തലച്ചോറിൽ വെച്ചതിനെ ഒന്നിനെ അല്ലാഹു നശിപ്പിച്ചാൽ, ഒരു നെർവ് സിസ്റ്റം തകരാറിലായി പോയാൽ പിന്നെ നീ പറയുന്നത് എന്തോന്ന് നിനക്ക് പോലും അറിയാത്ത ഭ്രാന്തനായി മാറാൻ അല്ലാഹു തആല ഒരു ചെറിയൊരു പിടുത്തം പിടിച്ചാൽ മതി. എന്തിനാണ് ധിക്കാരം? സമ്പത്തിന്റെ പേരിലോ മുതലുണ്ടായതിന്റെ പേരിലോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹു തആല പറഞ്ഞ ചില ക്രൈറ്റീരിയൻ മനുഷ്യൻ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥ വരും. അല്ലാഹു പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പടച്ചോനെ, ഈ ഹദീസ്, ഈ അസർ വായിച്ചോ എനിക്ക് തോന്നി നമ്മളെ പറ്റിയാണോ ഈ പറയുന്നത്? 1400 കൊല്ലം മുമ്പ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവർ പറയാ, ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, മനുഷ്യന്മാരാണ് തിരുത്തിയത് ഇങ്ങനെയൊക്കെയാണ്. എന്താ അതിലൊന്ന് ഇതാണ്. 3 വിഷയങ്ങളുണ്ട്. ഒന്ന് ഇതാണ്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാ. നിങ്ങളുടെ അടുത്ത് ഏറ്റവും വലിയ ഇമേജും പ്രസ്റ്റീജും ഒക്കെ ഉള്ള ആൾ ആരാണ്? അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്ന ആൾ, അയാൾക്ക് അള്ളാഹിന്റെ അടുത്ത് സ്ഥാനമുള്ളൂ. ഇതാണ് അള്ളാഹ് പറഞ്ഞത്, അല്ലേ? മനുഷ്യന്റെ സമത്വം പറയുന്ന ഒരു ആയത്തിലാണ് പറയുന്നത്, അല്ലേ? ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി. അപ്പോൾ ആർക്കാണ് ഏറ്റവും വലിയ കറാമത്ത്, ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ ആദരവ് ആർക്കാണ്? അത്ഖാക്കും, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർക്കാണ്. അതൊരു പക്ഷെ നമ്മുടെ പള്ളിയിലെ ഉസ്താദായിരിക്കും, മദ്രസയിലെ മല്ലാക്കയായിരിക്കും, നമ്മുടെ അയൽവാസിയായ വൃദ്ധനായ ഒരാളായിരിക്കും, കൂലിപ്പണിക്ക് പോകുന്ന ഒരു സാധുവായിരിക്കും. അങ്ങനെയൊക്കെ ആവാലോ, മുതലാളിയുമാവാം അല്ലാത്തവരുമാകാം. പടച്ചവനെ, ഇബ്നു അബ്ബാസ് നിങ്ങൾ പറയുന്ന ജനങ്ങളത് മാറ്റും. എങ്ങനെയാ മാറ്റുക? ഇന്ന അക്രമക്കും അഅളമക്കും ബൈത. നിങ്ങൾ ഈ വലിയ ആളെന്ന് പറഞ്ഞാൽ വലിയ പേരുള്ള ആളാണ് വലിയ ആള് എന്ന് ജനങ്ങൾ ഇത് മാറ്റും എന്ന് 1400 കൊല്ലം മുമ്പ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനുഷ്യൻ ഇതിന്റെ പേരിൽ അഹങ്കരിക്കുന്ന അർത്ഥം. നാട്ടിലൊക്കെ അതാണല്ലോ.
വലിയ വീട് വെക്കുക, അല്ലെങ്കിൽ വലുതാവുക, അല്ലെങ്കിൽ സമ്പത്ത് കുറച്ച് ഉണ്ടായി അതിന്റെ പേരിൽ അഹങ്കരിക്കുക. അള്ളാഹുവിന്റെ നിഅമത്തും ശുക്റും ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു നിഅമത്ത് തരും. അഹങ്കരിക്കേണ്ടതുണ്ടോ? കുടുംബ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്ന ഇതിന്റെ പേരിലല്ലേ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് താഴ്ന്നു കൊടുക്കി, നമ്മളായിട്ടൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കി. വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കല്ലേ. നമ്മൾ താഴ്ന്നു കൊടുക്കി. നന്മ കൊണ്ട് തിന്മയെ നേരിട്ട് അള്ളാഹുവിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എത്ര പ്രശ്നങ്ങൾ തീരുമായിരുന്നു മുഅ്മിനീങ്ങൾ, എത്ര പ്രശ്നങ്ങൾ. ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പൊന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ക്ഷീണിച്ചു നിൽക്കുന്ന പൊന്നാര ഭാര്യ, അത് ഹബീബിന്റെ മകളാണ്. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവതികളുടെ മുഴുവൻ ആളുകളുടെയും നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ബിദ്അത്തും മിന്നി, അവരെന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ ക്ഷീണിച്ച് അവശയായി കിടക്കാൻ, മക്കളും വല്ലാതെ കണ്ട് ക്ഷീണിച്ചു. നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ എന്താ മോന് ക്ഷീണിച്ചോ? ആ ചോദ്യമല്ലത്, ശരിക്കും ക്ഷീണിച്ചു തന്നെയാണ്, ശരിക്കും ക്ഷീണിച്ചിരിക്കുകയാണ്. ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ, നിങ്ങൾക്ക് എന്തേ പറ്റിയത്? നിങ്ങൾ പോയതിൽ പിന്നെ ഞങ്ങൾ ഒരു റൊട്ടി പോലും കഴിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഗോതമ്പില്ലായിരുന്നു. ഒന്ന് വെള്ളവും കുറച്ച് കാരക്ക് ഇങ്ങനെ കഴിച്ചുകൂടാണ് അച്ഛനെ. അപ്പൊ ചോദിച്ചു സ്വന്തം ഭാര്യയും ഹബീബിന്റെ മകളുമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ഹദീസ് നമുക്ക് കിട്ടൂലായിരുന്നു. അലി റളിയല്ലാഹുവിനെ ചോദിച്ചു, അതൊന്നും ആദ്യം പറഞ്ഞു കൊടുത്തിട്ടില്ല ഫാത്തിമ റളിയല്ലാഹു. ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് മറുപടി വന്നത്. ചോദിച്ചത് ഇതാണ്, അങ്ങനെയെങ്കിൽ ഫാത്തിമ, നിങ്ങൾക്കറിയില്ലയോ, ഞാൻ യാത്ര പോകുമ്പോ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ തിരിച്ചു വരാൻ കഴിയൂ. അങ്ങനെ വരുമ്പോ ഇവിടെ ഗോതമ്പോ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമോ ഇല്ലാതെ വന്നാൽ നിങ്ങൾക്കത് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? ഞാനത് വാങ്ങിച്ചു തന്നിട്ടല്ലേ പോകുമായിരുന്നുള്ളൂ. എന്തേ നിങ്ങൾ എന്നോട് ചോദിക്കാതിരുന്നത്? ഉമ്മമാരും പെങ്ങന്മാരും ചെവി തുറന്ന് കേൾക്കണം, രക്ഷിതാക്കന്മാർ ശരിക്കറിയണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, അലിയെ, നിങ്ങൾക്ക് എന്നെ എന്റെ ഉപ്പ വിവാഹം ചെയ്തു തരുന്ന അന്ന് രാത്രി എന്റെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മോളെ, നാളെ നീ അലിയുടെ ഭാര്യയായി ജീവിക്കാൻ പോകുന്നവളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പുതുനാരിയായി കടന്നു പോകുന്നവളാണ്. മോളെ, ഉപ്പാക്ക് ചില ഉപദേശങ്ങൾ മോളോട് ചെയ്യാനുണ്ട്. നിന്റെ ഭർത്താവ് നിനക്ക് ഏതൊന്ന് കൊണ്ടുതരുന്നുവോ അത് നീ സന്തോഷത്തോടുകൂടെ കൈനീട്ടി സ്വീകരിക്കണം. പെണ്ണുങ്ങൾ ശരിക്ക് കേൾക്കണം, ഇത് മോഡൽ പോയി ഇത് പറയല്ലേ. ഇത് അയലോക്കാരുടെ അത്ര സാരിന്റെ വില അയച്ചില്ലല്ലോ, ആ ചുരിദാറിന്റെ കോല അയച്ചിട്ട് പറയല്ലേ, സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്തൊന്ന് നിന്റെ ഭർത്താവ് നിനക്ക് കൊണ്ടുതരുന്നുവോ അത് നീ സന്തോഷത്തോടെ സ്വീകരിക്കണം. രണ്ടാമത്തെ ഉപദേശം, നിനക്ക് എന്തെങ്കിലും കൊണ്ടു തന്നിട്ടില്ല എങ്കിൽ അത് നീ ഭർത്താവിനോട് ബുദ്ധിമുട്ടിക്കരുത്, കഴിയാത്തത് കൊണ്ടായിരിക്കും മോളെ എന്ന് മോള് മനസ്സിലാക്കണം. അങ്ങനെ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അങ്ങയോട് ചോദിക്കാതിരുന്നത് എന്ന് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ഇതല്ലേ നമ്മുടെ ഉമ്മത്തിന്റെ മാതൃക? ഇങ്ങനെ ഒരു മാതൃക ഉണ്ടാകുമ്പോ എവിടെന്നാ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? റൊമാൻറ്റിക്കായിട്ട് ചിന്തിച്ച് ജീവൻ എന്ന് പറഞ്ഞത് പാട്ടുപാടി ആനന്ദിച്ചുല്ലസിക്കുന്ന സിനിമക്കാരൻ കാണിച്ചു തരുന്നതാണ് ജീവിതമെന്ന് മക്കളും കുട്ടികളെന്ന് വിചാരിച്ചു പോയിരിക്കാൻ. ഏതെങ്കിലും വാപ്പമാർ കഴുത്തിൽ താങ്ങാവുന്നതിലുമേറെ സ്വർണം ചാർത്തിക്കൊടുത്ത് സ്വന്തം മക്കളെ കെട്ടിച്ചയക്കുമ്പോ ഏതെങ്കിലും ഒരു ഉമ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് മകൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പ, മോളെ, മോള് വന്ന് വാപ്പാന്റെ അടുത്ത് വന്നിരിക്കും, മോളോട് ചില കാര്യങ്ങൾ വാപ്പാക്ക് ചോദിക്കാനും സംസാരിക്കാനുണ്ട്, മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്താണ് ഈ ജീവിതം? നമ്മൾ ആകെ തലതല്ലി ഇടങ്ങാറാകുന്നത് സ്വർണ്ണം ഉണ്ടാക്കാനാണ്. സ്വർണത്തിന്റെ വില അങ്ങനെ കൂടുകയാണ്, നമ്മുടെ വേദാറിന്റെ കഥപ്പ് കൂടും ചെയ്യാം. എന്നിട്ട് ഈ പോകുന്ന മക്കൾ ഇങ്ങനെ തൊലാക്ക് ചൊല്ലി പിറ്റത്തെ മാസം കൊണ്ട് തിരിച്ചു വന്നാൽ എന്താണ് ഇതിന്റെയൊക്കെ വിഷമം? എവിടെയാണ് ഈ സങ്കടം കൊണ്ടുപോയി വെക്കുക? കെട്ടിക്കാനാപ്പോ ഇടങ്ങാറാവുന്നത്. കെട്ടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് സമാധാനം ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? ഇതിനൊക്കെ എന്താ പ്രശ്നം വരുന്നത്? കുറച്ച് വാക്ക്, ഉമ്മ അങ്ങനെ പറഞ്ഞു, വാപ്പ അങ്ങനെ പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഒരു പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഭർത്താവ്. എന്തിനാണ്? മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ? ആരും മലക്കളല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ടു എയർ ഈസ് ഹ്യൂമൻ.
തെറ്റുപറ്റൽ സ്വാഭാവികല്ലേ? മാപ്പാക്കി കൊടുക്കിൻ, ക്ഷമിച്ചു കൊടുക്കിൻ.